കുടുംബങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഈ ഇറ്റേണിറ്റി എന്നൊരു ചിന്ത ഉണ്ടാകണം, നിത്യത. നിങ്ങളെ ഇന്ന് ലോകം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ലിവ് ഫോർ ദ മൊമെന്റ്, ഈ സമയത്തേക്ക് ജീവിക്കുക, ഇന്ന് അടിച്ചു പൊളിക്കുക, ഇന്ന് ആഘോഷമാക്കുക, ലിവ് ദ മൊമെന്റ്. അതാണ് വെസ്റ്റേൺ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനിറ്റി നമ്മളെ പഠിപ്പിക്കുന്നു ലിവ് ഫോർ ഇറ്റേണിറ്റി. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും 8ാം നാൾ ജീവിക്കുന്നവരാകട്ടെ. 8th ഡേ, സമയത്തെ ഭേദിക്കുന്ന കർത്താവിൻ്റെ സമയത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ടെഡ് ദ 8th ഡേ എന്നുള്ളത് ഗൗരവത്തോടെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നൊമ്പരമോടെ മറിയമിതാ കല്ലറയെത്തി കണ്ടില്ല, എന്റെ മഹത്വ പ്രഭയെവിടെ, മാനവ സൂര്യാങ്കുരമെവിടെ. സങ്കടമരുതേ മറിയാമേ, ആരും അവനെ എടുത്തില്ല, തീഗോളത്തെ ആരു തൊടും, കടലല മേലാർ ചുവടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടെഡ് ദ 8th ഡേ, തിരുവുദ്ധാനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ യാത്ര അതിൻ്റെ അവസാന നാളിലേക്ക്, 8ാം നാളിലേക്ക് എത്തുകയാണ്. ഈ അവസാന ദിവസത്തിൻ്റെ ഈ യാത്ര പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷം നമുക്ക് പരസ്പരം നേരാം. 7 ദിവസങ്ങളിലൂടെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ മിസ്റ്ററീസിനെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നമ്മൾ ശൂന്യമായ കല്ലറയെ ധ്യാനിച്ചു, നമ്മൾ വിജയത്തെ, വിക്ടറിയെ ധ്യാനിച്ചു. Recognition, in order to recognize the resurrected one, we should have an elevated perception എന്നത് നമ്മൾ ധ്യാനിച്ചു. ഒപ്പം നമ്മുടെ മുറിവുകളെ, കർത്താവിൻ്റെ മുറിവുകൾ വിസിബിൾ സൈൻസ് ഓഫ് ലവ് ആണെന്ന് നമ്മൾ ധ്യാനിച്ചു. ഉദ്ധാനത്തിൻ്റെ ഗിഫ്റ്റായ പീസ്, സമാധാനത്തെ നമ്മൾ ധ്യാനിച്ചു. ഉദ്ധാനത്തിൻ്റെ കണ്ടിന്യൂവേഷനായ മിഷൻ, ദൗത്യത്തെ നമ്മൾ ധ്യാനിച്ചു. ഇന്നലെ വിശ്വാസത്തെ, തോമായുടെ വിശ്വാസത്തെ, ദ ഫെയ്ത്ത് ഓഫ് സെയിൻറ്റ് തോമസ്, അത് നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ഈ ലാസ്റ്റ് എപ്പിസോഡിലേക്ക്, 8th ഡേയുടെ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ വി ആർ എൻറ്ററിങ് ഇൻ ടു എ ഡീപ്പർ, വൈഡർ ആൻഡ് ഇറ്റേണൽ റിഫ്ലക്ഷൻ. വളരെ ആഴമുള്ള, വളരെ വിശാലമായ നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ ഫൈനൽ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ദ 8th ഡേ. ദ 8th ഡേ, ലിവിങ് ബിയോണ്ട് ടൈം. ലിവിങ് ബിയോണ്ട് ടൈം ഇൻ ദ ലൈറ്റ് ഓഫ് ദ റിസറക്ഷൻ. ലിവിങ് ബിയോണ്ട് ടൈം. നമ്മൾ ജീവിക്കുന്ന സമയത്തിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നു. ലിവിങ് ബിയോണ്ട് ടൈം ഇൻ ദ ലൈറ്റ് ഓഫ് റിസറക്ഷൻ. ഉദ്ധാനത്തിൻ്റെ പ്രകാശത്തിൽ, ഉയർപ്പ് നൽകുന്നൊരു വെളിച്ചത്തിൽ സമയത്തിനപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതാണ് ദ 8th ഡേ. അതുകൊണ്ട് ഈ ടൈറ്റിൽ തന്നെ ധ്യാനമാണ്. അത് വേണമെങ്കിൽ അത് തന്നെ കമൻ്റായിട്ടിടാം. കമൻ്റായിട്ടൊക്കെ ഇടുന്നതൊക്കെ അനുസരണയോടെ, സന്തോഷത്തോടെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ദ 8th ഡേ, ലിവിങ് ബിയോണ്ട് ടൈം ഇൻ ദ ലൈറ്റ് ഓഫ് റിസറക്ഷൻ. 8th ഡേയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഈസ്റ്റർ ദിവസത്തിനെ, ഈശോയുടെ ഉയർപ്പിനെ, ഫ്രം ദ ഏർലി സെഞ്ചുറീസ് ദേ ഹാഡ് ദ പ്രാക്ടീസ് ഓഫ് കോളിംഗ് ഇറ്റ് ദ 8th ഡേ. ഈശോ ഉയർത്ത ദിവസത്തെ ആദിമകാലം തൊട്ടേ വിളിച്ചിരുന്നതാണ് 8ാം ദിവസം, ദ 8th ഡേ. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഹൗ ക്യാൻ ബി ദ ഫസ്റ്റ് ആൻഡ് 8th ഡേ ബി ദ സെയിം? ആഴ്ചയുടെ 1ാം ദിവസമാണ് ഈശോ ഉയർത്തതെന്ന് ബൈബിളിലുണ്ട്. പിന്നെ എങ്ങനെ നമുക്കതിനെ 8ാം ദിവസം എന്ന് വിളിക്കാൻ പറ്റും? അതിൻ്റെ ആൻസർ ഇതാണ്: റിസറക്ഷൻ ഡസ് നോട്ട് ബിലോങ് ടു ദ ഓർഡിനറി ഫ്ലോ ഓഫ് ടൈം. റിസറക്ഷൻ ഡസ് നോട്ട് ബിലോങ് ടു ദ ഓർഡിനറി ഫ്ലോ ഓഫ് ടൈം. ഒരാഴ്ചയ്ക്ക് എത്ര ദിവസമാണ് ഉള്ളത്? ഒരാഴ്ചയ്ക്ക് 7 ദിവസം. 7 ദിവസം കഴിയുമ്പോൾ പിന്നെ എന്താ വരണ്ടേ? 1ാം ദിവസം, സ്വാഭാവികമായിട്ട്. അപ്പോൾ ഉയർപ്പ് നടന്നത് 8ാം ദിവസമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ദിവസത്തിൻ്റെ, സമയത്തിൻ്റെ സാധാരണ ക്രമത്തിനപ്പുറത്തേക്ക് ഉള്ളൊരു സമയം ആരംഭിച്ചിരിക്കുന്നു. സാധാരണ സമയക്രമത്തിൻ്റെ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് അതിനപ്പുറത്തുള്ളൊരു സമയം, ദാറ്റ് ഈസ് ദ 8th ഡേ. അതാണ് ഈ 8ാം ദിവസം. നോട്ട് ജസ്റ്റ് ദ നെക്സ്റ്റ് ഡേ ആഫ്റ്റർ സാറ്റർഡേ,
ബട്ട് എ ഡേ ബിയോണ്ട് ഓൾ ഡേയ്സ്. 7-ാം ദിവസത്തിന് ശേഷം വരുന്നൊരു ദിവസം എന്നുള്ളതല്ല, മറിച്ച് എല്ലാ ദിവസങ്ങൾക്കും അപ്പുറമുള്ള ബിയോണ്ട് ആയിട്ടുള്ള ഒരു ദിവസം. ഫസ്റ്റ് ഡേ ടു 7th ഡേ നമുക്കതെങ്ങനെ അറിയാം? ഫസ്റ്റ് ഡേയിലാണ് ക്രിയേഷൻ ആരംഭിച്ചത്. 1-ാം ദിവസത്തിൽ സൃഷ്ടികർമ്മം ആരംഭിച്ചു. 7-ാം ദിവസം വിശ്രമത്തിൻ്റെ ദിവസമാണ്, സൃഷ്ടി പൂർത്തിയാകുന്നു. അപ്പോൾ 1 to 7 ഈ ദിവസങ്ങൾ നമുക്കറിയാം. ആൻഡ് ഹിയർ കംസ് ദ 8th ഡേ. ഇതാ ഇവിടെ 8-ാം ദിവസം വരുന്നു. ഈസ്റ്റർ 8-ാം ദിവസമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നോട്ട് പാർട്ട് ഓഫ് ദ ഓൾഡ് ക്രിയേഷൻ. പഴയ സൃഷ്ടിക്രമത്തിൻ്റെ ഭാഗമല്ല ഇത്, മറിച്ച് എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടികർമ്മം ആരംഭിക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ദിവസക്രമത്തെ, സമയക്രമത്തെ ഭേദിച്ച് 8-ാം ദിവസത്തിന് ആരംഭം കുറിക്കുന്നു. ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇറ്റേണിറ്റി ബ്രേക്കിംഗ് ഇൻ ടു ടൈം. നിത്യത സമയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഹെവൻ ടച്ചിങ് ദ എർത്ത്. സ്വർഗം ഭൂമിയെ തൊടുന്ന നിമിഷം. റിസറക്ഷൻ ഈസ് നോട്ട് ബിഹൈൻഡ് us. We are already living in the 8th day. ഉയർപ്പ്, ഈശോയുടെ തിരുവുദ്ധാനം എന്നൊക്കെ പറയുമ്പോൾ പണ്ടെങ്ങോ നടന്നു പോയ ഒരു പാസ്റ്റ് ഇവൻ്റ് ആയിട്ട് മാത്രം അതിനെ മനസ്സിലാക്കിയാൽ പോരാ. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. വി ആർ ഓൾറെഡി ലിവിങ് ഇൻ ദ 8th ഡേ. നമ്മൾ 8-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്. റിസറക്ഷൻ ഈസ് നോട്ട് എ പാസ്റ്റ് ഇവൻറ്റ് ബട്ട് എ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇവൻറ്റ്. ഇന്നും നമ്മൾ അനുഭവിക്കുന്ന, ആയിരിക്കുന്ന അവസ്ഥയാണ് കർത്താവിൻ്റെ ഉയർപ്പ് എന്ന് തിരിച്ചറിയാം. നമ്മൾ ഇന്നത്തെ ധ്യാനമായിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വാക്യം വെളിപാട് പുസ്തകം, ദ ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 21 വേഴ്സ് 5. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. എല്ലാം പുതിയതാക്കുന്ന ന്യൂ ക്രിയേഷൻ. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. എല്ലാം പുതിയതാക്കുന്ന ഉദ്ധാനത്തിൻ്റെ അനുഭവം. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ, ദൈവവുമായി മനുഷ്യനേർപ്പെടുന്ന ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ഈ 8th ഡേക്ക് വലിയ പ്രാധാന്യമുണ്ട്. 8-ാം ദിവസം പരിച്ഛേദനത്തിൻ്റെ ദിവസമാണ്. അത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എടുത്തേ, ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 17 വേഴ്സ് 12. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 17 വേഴ്സ് 12. അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. 8th ഡേ ഈസ് ദ ഡേ ഓഫ് സർക്കംസിഷൻ. അതുകൊണ്ടാണ് ഈശോയും 8-ാം നാളിലാണ് ഈ പരിച്ഛേദനം സ്വീകരിച്ചത്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം, ലൂക്കാ 2:21. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യം. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ, 8-ാം ദിവസം പരിച്ഛേദനത്തിൻ്റെ ദിവസമാണ്. അടുത്തത് 8-ാം ദിവസത്തിന് പഴയ നിയമത്തിലുള്ള മറ്റൊരു പ്രത്യേകത, അത് പൗരോഹിത്യ വേർതിരിവിൻ്റെ ദിവസമാണ്. പൗരോഹിത്യ അഭിഷേകത്തിൻ്റെ ദിവസമാണ് 8-ാം ദിവസം. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 9 വേഴ്സ് 1. ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. ലേവ്യർ 9:1. ഇങ്ങനെയാണത്, 8-ാം ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു. അപ്പോൾ 8-ാം ദിവസം പ്രീസ്ലി കോൺസക്രേഷൻ്റെ, പൗരോഹിത്യ അഭിഷേകത്തിൻ്റെ ദിവസമാണ് 8-ാം ദിവസം. നമുക്ക് 3 കാര്യങ്ങൾ ഈ പഴയ നിയമ പശ്ചാത്തലത്തിൽ 8-ാം ദിവസത്തിന് 3 കാര്യങ്ങൾ പറയാം. 1, ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കമാണ്. 2, കോൺസക്രേഷനാണ്, കോൺസക്രേഷൻ, വേർതിരിക്കൽ, വിശുദ്ധീകരിക്കലാണ് ഈ 8-ാം ദിവസം. 3, ബിലോങ്ങിങ് ടു ഗോഡ്, കർത്താവിൻ്റെതാകുന്ന അനുഭവമാണ് 8-ാം ദിവസം. ഇനി നോവയുടെ കാലത്ത് നടന്ന ഒന്ന്, അത് മനസ്സിലാക്കാൻ 1 പത്രോസ് ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം, 1 പത്രോസ് 3-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. 8 പേർ മാത്രം. നോഹയുടെ കാലത്ത് പ്രളയത്തെ അതിജീവിച്ച്
പിന്നെ ഈ പുതിയ സൃഷ്ടിയുടെ ഭാഗമായത് 8 പേർ മാത്രമാണ്. അപ്പം അതിൻ്റെ അർത്ഥം 8 സിഗ്നിഫൈസ് എ ന്യൂ ബിഗിനിങ്. 8 is the number that signifies new beginning. പ്രളയത്തിന് ശേഷം ഒരു പുതിയ തുടക്കത്തിന് എത്ര പേര് കാര്യമായി? 8. അപ്പോൾ ഇവിടെ 8-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. 8 പുതിയ തുടക്കത്തിൻ്റെ സൂചനയാണ്. ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നത് കർത്താവിലാണ്. ഈ 8-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ സൃഷ്ടി മാറിപ്പോവുകയും പുതിയ സൃഷ്ടിയുടെ കാലം എത്തുകയും ചെയ്യുന്നു. പുതിയ സമയത്തിന് തുടക്കം കുറിക്കുന്നു. അഗസ്തീനോസ് പുണ്യാളൻ ഈ 8-ാം ദിവസത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം സുന്ദരമാണത്. ഇത് നോട്ട് ചെയ്യുക. സെയിൻറ്റ് അഗസ്റ്റിൻ 8th ഡേയെക്കുറിച്ച് പറയുന്നു. ദ ഡേ ദാറ്റ് ഹാസ് നോ ഈവനിങ്. ദ ഡേ ദാറ്റ് ഹാസ് നോ ഈവനിങ്. സായാഹ്നമില്ലാത്ത, അവസാനമില്ലാത്ത ദിവസമാണ് 8-ാം ദിവസം. അപ്പോൾ അത് എങ്ങോട്ട് സൂചന പോകുന്നത്? ഇറ്റേണിറ്റി. എ ഡേ ദാറ്റ് നെവർ എൻഡ്സ്. എ ഡേ ദാറ്റ് നെവർ എൻഡ്സ്. നിത്യതയിലേക്ക് സമയം പ്രവേശിക്കുന്നതാണ് ദ 8th ഡേ. ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നത് ഈ 8th ഡേ സിഗ്നിഫൈസ് സോൾസ് ജേർണി ഇൻ ടു ഗോഡ്. ദൈവത്തിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രയാണ് 8th ഡേ. ജസ്റ്റിൻ ദ മാർട്ടയർ ഈ സൺഡേ, ഞായറാഴ്ച ആചരണത്തെ 8th ഡേയുമായിട്ട് കണക്ട് ചെയ്ത് നിത്യതയിലേക്ക്, ഇറ്റേണിറ്റിയിലേക്ക് നമ്മൾ കണക്റ്റഡ് ആകുന്ന ദിവസമാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ പഠിപ്പീരിൽ CCC 1166 തൊട്ട് 1167 വരെ നമ്മൾ കാണുന്നത് സൺഡേ ഒബ്സർവേഷൻ. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, അത് ഉയർപ്പിൻ്റെ ദിവസമാണ്, അത് 8th ഡേ ആണെന്ന് സഭ പഠിപ്പിക്കുന്നു. CCC 2174 ഈ ഉദ്ധാനത്താലെ എല്ലാവരും പുതിയ സൃഷ്ടികളായിട്ട് മാറുന്നു എന്ന പഠിപ്പീര് സഭ നമുക്ക് നൽകുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് നമ്മൾ CCCയിൽ റെഫറൻസ് വന്നതുകൊണ്ട് ഈ സൺഡേ ആചരണത്തെ മനസ്സിലാക്കേണ്ടത് നോട്ട് ജസ്റ്റ് ആസ് എൻ ഒബ്ലിഗേഷൻ, അതൊരു കടമ തീർക്കലല്ല. സൺഡേ യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ അതൊരു കേവല ഒബ്ലിഗേഷൻ അല്ല, മറിച്ച് പാർട്ടിസിപ്പേഷൻ ഇൻ ദ 8th ഡേ. കർത്താവ് ഉദ്ധാനം ചെയ്ത 8-ാം നാളിൽ നമ്മൾ പങ്കുകാരാകുന്നതാണ് നമ്മുടെ ഞായറാഴ്ച ആചരണം. പോപ്പ് ബെനഡിക്റ്റ് ദ 16th പഠിപ്പിക്കുന്നു, സൺഡേ ഇസ് എ വീക്ക്ലി എൻകൗണ്ടർ വിത്ത് എറ്റേണിറ്റി ബ്രേക്കിംഗ് ഇൻ ടു ടൈം. നമ്മുടെ സമയത്തിൻ്റെ പരിധികളെ ഭേദിച്ച് പ്രവേശിച്ച നിത്യതയെ, ഇറ്റേണിറ്റിയെ നമ്മൾ കണ്ടുമുട്ടുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഞായറാഴ്ചയെന്ന്. അപ്പോൾ 8-ാം നാൾ എന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ദ 8th ഡേ, 8-ാം നാൾ സമയത്തിനപ്പുറത്തുള്ള ബിയോണ്ട് ടൈം അതിനെ സൂചിപ്പിക്കുന്നതാണ്. സാധാരണ സമയത്തിൻ്റെ ഒഴുക്കിന്, ക്രമത്തിന് പുറത്തേക്കുള്ളൊരു സമയം, അത് ദൈവിക സമയമാണ്. എൻ്റെ 5 കാര്യങ്ങൾ അവസാനത്തെ എപ്പിസോഡല്ലേ, അല്പം കൂടെ ആഴത്തിലൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ദ 8th ഡേ എന്ന കൺസെപ്റ്റിനെ കുറിച്ച്, 8-ാം നാൾ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് അല്പം കൂടെ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 5 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, ടൈം ട്രാൻസ്ഫോംസ്. സമയം തന്നെ മാറിപ്പോവുകയാണ് കേട്ടോ. ഈശോയുടെ തിരുവുദ്ധാനത്തിൽ സമയം വരെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൈം ഇല്ലേ, നമ്മൾ ഈ സമയം ഇന്നലെ, ഇന്ന്, നാളെ ഈ ക്രമത്തിൽ ലീനിയറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് വിളിക്കുന്ന പേരാണ് ക്രോണോസ്. ക്രോണോളജിക്കൽ എന്നൊക്കെ പറയത്തില്ലേ, സമയക്രമം, സമയബന്ധിതം, ക്രോണോസ്. അതായത് അത് ക്രോണോസ്. ഇറ്റേണൽ ടൈം ഉണ്ട്, കർത്താവിൻ്റെ സമയം, നിത്യതയുടെ സമയം, അതിനെ വിളിക്കുന്ന പേര് കെയ്റോസ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ടൈം ട്രാൻസ്ഫോംസ്. കെയ്റോസ് എൻ്റർ ഇൻ ടു ക്രോണോസ്. നിങ്ങൾ ഓർക്കരുതേയും എന്തൊക്കെയാണ് ഈ അച്ഛൻ വിളിച്ച് പറയുന്നതെന്ന്. ഇത് കുറച്ച് കാഠിന്യമുള്ളതാണ്, പക്ഷേ അങ്ങേയറ്റം സെൻസിബിളാണ്. നിത്യതയുണ്ട്, ഇറ്റേണൽ ടൈം. നമ്മുടെ കയ്യിലുള്ള സമയം, നമ്മുടെ കാറ്റഗറി ഓഫ് ടൈം, ലീനിയർ തോട്ട്, ഇന്നലെ, ഇന്ന്, നാളെ, അതിൻ്റെ പേര് ക്രോണോസ്. കർത്താവിൻ്റെ സമയത്തിൻ്റെ പേര് കെയ്റോസ്. ഇനി മനസ്സിലാക്കേണ്ടത്, ക്രോണോസിലേക്ക്, നമ്മുടെ സമയക്രമത്തിലേക്ക് എന്ത് പ്രവേശിക്കുന്നു? കെയ്റോസ്, നിത്യതയുടെ കർത്താവിൻ്റെ സമയം പ്രവേശിക്കുന്നു. അതാണ് ഉദ്ധാനം. രണ്ടാമത്തത്, സാക്രമെൻ്റൽ ലിവിങ്. ഓരോ കൂദാശയിലും ഈ നിത്യതയുടെ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. സാക്രമെൻറ്റ്. ഒന്ന്, ടൈം ട്രാൻസ്ഫോംസ്. ഒറ്റ വാക്കിൽ പഠിക്കാനാണെങ്കിൽ ടൈം. സെക്കൻഡ്, സാക്രമെൻറ്റ്സ്. മൂന്നാമത്തത്,
ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, സ്വത്വബോധം മാറി. അതുവരെ തിരുവുദ്ധാനം വരെ ഞാൻ പഴയ നിയമ സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചയാണ്. പക്ഷേ തിരുവുദ്ധാനത്തിൽ എല്ലാം കർത്താവിൽ നവീകരിക്കപ്പെടുന്നു. അപ്പം എൻ്റെ ഐഡൻറ്റിറ്റി മാറുന്നു, എൻ്റെ സ്വത്വബോധം മാറുന്നു. നാലാമത്തത്, 8th ഡേയെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം വെച്ച് മനസ്സിലാക്കേണ്ടത് ഓൾറെഡി നോട്ട് യെറ്റ്. 8ാം ദിവസത്തിൻ്റെ പ്രഭാതം പൊട്ടിവിരിഞ്ഞു, പക്ഷെ സായാഹ്നത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. ദൈവം തൊട്ടു, അനുഭവങ്ങൾ കിട്ടി, അതൊക്കെയുണ്ട്. ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ കഴിയാതെ നമ്മൾ വലയുകയാണ്. 5ാമത്തത്, ഇറ്റേണൽ ഓറിയൻറ്റേഷൻ. നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണെന്ന്, കർത്താവുമായി കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് എന്ന ഒരു ധ്യാനമില്ലാതെ നമുക്കിവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഇറ്റേണൽ ഓറിയൻറ്റേഷൻ. അപ്പോൾ 5 കാര്യങ്ങൾ. 1, ടൈം ട്രാൻസ്ഫോംസ്. ക്രോണോസ്, ചരിത്രപരമായ ഈ നമ്മുടെ പാറ്റേണിലുള്ള സമയം ക്രോണോസിലേക്ക് എന്ത് പ്രവേശിക്കുന്നു? കെയ്റോസ്, ദൈവത്തിൻ്റെ നിത്യതയുടെ സമയം പ്രവേശിക്കുന്നു. അപ്പോൾ ടൈം ട്രാൻസ്ഫോംസ്. 2, സാക്രമെൻ്റൽ ലിവിങ്. ഓരോ കൂദാശയിലും, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ, ഈ അനുഭവത്തിലേക്കാണ് നമ്മൾ വളരുന്നത് എന്ന് തിരിച്ചറിയണം. സാക്രമെൻ്റൽ ലിവിങ്. 3ാമത്തത്, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. സ്വത്വബോധം മാറുന്നു. അതുവരെ പഴയ സൃഷ്ടിയുടെ ഭാഗമായവൻ പുതിയ സൃഷ്ടിയുടെ ഭാഗമാകുന്നു. 4, ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. ഓൾറെഡി തുടക്കമിട്ടു, പ്രഭാതം പൊട്ടിവിരിഞ്ഞു, പക്ഷേ സായാഹ്നം, അഗസ്തീനോസ് പുണ്യാളം പറയുന്നത് സായാഹ്നമില്ലാത്ത ദിവസമാണ്, അവസാനത്തിലേക്ക് എത്തിയിട്ടില്ല. 5ാമത്തത്, ഇറ്റേണൽ ഓറിയൻറ്റേഷൻ. നിത്യതയിലേക്കൊരു നോട്ടം ഉണ്ടാകണമെന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കും. നിത്യതയിലേക്ക്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഒരു നോട്ടം ഉയരണം. നമുക്കിനി അവസാനത്തെ എപ്പിസോഡാണ്, അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് നീട്ടുന്നില്ല. പ്രാക്ടിക്കലായിട്ട് പറയാം. പ്രാക്ടിക്കലായിട്ട് 1-2 കാര്യങ്ങൾ. കുടുംബങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഈ ഇറ്റേണിറ്റി എന്നൊരു ചിന്ത ഉണ്ടാകണം. നിത്യത. വി ആർ നോട്ട് ജസ്റ്റ് മെയ്ഡ് ഫോർ ദിസ് എർത്ത്. വി ആർ നോട്ട് ജസ്റ്റ് മെയ്ഡ് ഫോർ ദിസ് പ്ലാനറ്റ്. അങ്ങനെ ആയാൽ നമ്മൾ വല്ലാണ്ട് ലിമിറ്റഡ് ആയി പോകും. അങ്ങനെയല്ല. യു ആർ കോൾഡ് ടു ഇറ്റേണിറ്റി. യു ആർ കോൾഡ് ടു ഇറ്റേണിറ്റി. അപ്പം അങ്ങനെ നിത്യതയിലേക്ക് ക്ഷണം കിട്ടിയ കുടുംബത്തെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. യുവജനങ്ങളെ, നിങ്ങളെ ഇന്ന് ലോകം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ലിവ് ഫോർ ദ മൊമെൻറ്റ്. ഈ സമയത്തേക്ക് ജീവിക്കുക, ഇന്ന് അടിച്ചു പൊളിക്കുക, ഇന്ന് ആഘോഷമാക്കുക. ലിവ് ദ മൊമെൻറ്റ്. അതാണ് വെസ്റ്റേൺ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനിറ്റി നമ്മളെ പഠിപ്പിക്കുന്നു ലിവ് ഫോർ ഇറ്റേണിറ്റി. ലിവ് ഫോർ ഇറ്റേണിറ്റി. ഇവിടെ നീ ഇനി 5, 10, 15 വർഷമേ ഉള്ളൂ. നിത്യത അങ്ങനെയല്ല. അവസാനമില്ലാത്ത നിത്യതയുടെ അനുഭവത്തിലേക്ക് നിന്നെ തന്നെ ചേർത്ത് വയ്ക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രാർത്ഥന പഠിപ്പിക്കട്ടെ. ഓ ജീസസ്, ഐ ബിലോങ് ടു ഇറ്റേണിറ്റി. മതി. ഓ ജീസസ്, ഐ ബിലോങ് ടു ഇറ്റേണിറ്റി. നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യം നടക്കുകയും നമ്മൾ പതറിപ്പോവുകയും ചെയ്യുമ്പോൾ, പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് ഒരു അടി നമുക്ക് കിട്ടുമ്പോൾ തകർന്ന് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഓ ജീസസ്, ഐ ബിലോങ് ടു ഇറ്റേണിറ്റി. കർത്താവേ, ഞാൻ നിത്യതയ്ക്ക് അവകാശപ്പെട്ടതാണ്. കേവലം ഇവിടെ തട്ടിക്കളിച്ച് തീരേണ്ട ഒന്നല്ല, മറിച്ച് നിത്യതയിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു. ആൻഡ് ഐ ബിലോങ് ടു ഇറ്റേണിറ്റി. നിത്യതയ്ക്ക് അവകാശപ്പെട്ടയാളാണ് ഞാനെന്ന് അപ്പോൾ ഈ 8th ഡേയുടെ അനുഭവം. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാനം 8ാം ദിവസം എത്തി നമ്മൾ ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും 8ാം നാൾ ജീവിക്കുന്നവരാകട്ടെ. 8th ഡേ, സമയത്തെ ഭേദിക്കുന്ന കർത്താവിൻ്റെ സമയത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ടെഡ്, ദ 8th ഡേ എന്നുള്ളത് ഗൗരവത്തോടെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ അതും പൂർത്തിയായി, മാർഗം പൂർത്തിയായി. അതിൻ്റെ പിന്നാലെ ടെഡ് വന്നു. ഇപ്പോൾ ടെഡും പൂർത്തിയാവുകയാണ്. ഞാൻ അന്ന് ആഗ്രഹിച്ച, ഞാൻ ഈസ്റ്ററിന് മുമ്പായിട്ട് 8th ഡേ ആരംഭിച്ചപ്പോൾ അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു വിശ്രമം ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കർത്താവ് നിർബന്ധിച്ചു ഇതിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി, ദൈവ കൃപയാലെ അതും പൂർത്തിയാക്കി. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ സം റെസ്റ്റ്. വിശ്രമത്തിൻ്റെ നേരമായി. അതുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുറച്ചു കാലത്തേക്ക് ഫീഡ് മൈ ഷീപ്പിൽ റെഗുലർ വീഡിയോസ് ഒന്നും ഇനി ഉണ്ടാകില്ല. കുറച്ചു കാലത്തേക്ക് ആഗ്രഹമുണ്ട് പെന്തക്കുസ്തായിക്ക് ഒരുക്കമായിട്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷ നൽകണമെന്ന്. അത് കർത്താവ് ഒരുക്കുകയാണെങ്കിൽ അതങ്ങനെ വരട്ടെ. അതല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കൊരു നിശബ്ദതയുടെ സമയം,
എനിക്കും എന്നെ തന്നെ റിഫ്രഷ് ചെയ്യാൻ, ഒന്ന് വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, മൗനത്തിലായിരിക്കാൻ ഒക്കെയുള്ള സമയമായി നിങ്ങളതിനെ കാണുക. കാരണം നിങ്ങൾക്കും അറിയാം, വളരെ ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. ധ്യാനങ്ങൾ ഓസ്ട്രേലിയയിൽ നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? മാർഗം 50 ഡേയ്സ് തുടങ്ങി. മാർഗത്തിനോടൊപ്പം സെയിൻറ്റ് ജോസഫിൻ്റെ കോൺസക്രേഷൻ, പ്രതിഷ്ഠാ പ്രാർത്ഥന 33 ദിവസം മാർഗത്തോട് ചേർന്ന് പോയി. മാർഗം തുടങ്ങിയപ്പോൾ തന്നെ 5:30 ബ്ലെസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. 5:30 ബ്ലെസ്സിങ് 50 വെട്ടും 58 ദിവസം എത്തി നിൽക്കുന്നു. മാർഗം 50 ദിവസം, ടെഡ് 8 ദിവസം, യൗസപിതാവിനോടുള്ള പ്രതിഷ്ഠ 33 ദിവസം, അതുകൂടാതെ ഇടയ്ക്ക് വന്നിരുന്ന അഡീഷണൽ വീഡിയോസ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കറിയാം, വളരെ ടൈറ്റ് സ്കെഡ്യൂളിലൂടെയാണ് ഫീഡ് മൈ ഷീപ്പ് പോയത്. ഒരു ബ്രേക്കിൻ്റെ നേരമായിട്ടുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ടെഡ് പൂർത്തിയാക്കാൻ സഹായിച്ച എൻ്റെ ടീം, എൻ്റെ എഡിറ്റിംഗ് ടീം, എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസ്, നമ്മുടെ നമ്പർ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടീം, അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അവർക്കും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നത് ഈ ടെഡിൽ പങ്കെടുത്ത വ്യൂവേഴ്സിനോടാണ്. ഒത്തിരി പേരില്ലായിരുന്നു, എനിക്കറിയാം. ഞാൻ പ്രതീക്ഷിച്ചുമില്ല ഒത്തിരി പേരെ. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ടെഡ് അല്പം കൂടെ സീരിയസ് എഫേർട്ടായിരുന്നു, ഒരല്പം കട്ടിയായിട്ടുള്ള പഠനമായിരുന്നു. 2, ആ മൂഡ് കഴിഞ്ഞു. നോമ്പൊക്കെ എടുത്ത് ഒരുങ്ങി ഉയർപ്പെത്തുന്നതോടുകൂടി നമ്മുടെ ആ സ്പിരിച്വൽ മൂഡ് കുറച്ച് കഴിയും. അപ്പോൾ പിന്നെ ഈ 2 പരിമിതികൾ കൊണ്ട് ലിമിറ്റഡ് ഓഡിയൻസിനെയാണ് ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പങ്കെടുക്കുന്നവരുടെ ആ ഗൗരവമാണ്. എത്ര ഗൗരവത്തോടെയാണ് അവർ ഒരുങ്ങിയത്, എഴുതിയെടുത്തത്, നോട്ട് എടുത്തത്. അതെന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ വീണ്ടും നമുക്ക് തിരിച്ചറിവ് കിട്ടുകയാണ്. ചെറിയ സമൂഹം മതി. ചെറിയ സമൂഹം ഗൗരവത്തോടെ എടുക്കാൻ തുടങ്ങിയാൽ വലിയ മാറ്റങ്ങൾ ലോകത്തിലുണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ ഈ സ്ഥിരം പാറ്റേണിലുള്ള ഈ ക്ലാസ്സുകൾ, ബ്ലസ് 364 അല്ലെങ്കിൽ ഇങ്ങനത്തെ ശുശ്രൂഷകൾ, രാവിലത്തെ 5:30 ബ്ലെസ്സിങ്, അതൊന്നും കുറച്ചു കാലത്തേക്ക് ഉണ്ടാകില്ലെങ്കിലും ചിലപ്പോൾ സമയം അനുഭവിക്കുന്നത് പോലെ ആൽബിൻ്റെ എപ്പിസോഡ് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ അത് ഷൂട്ട് ചെയ്യാൻ സാഹചര്യം കിട്ടിയാൽ ആൽബിൻ്റെ എപ്പിസോഡ് നിങ്ങളിലേക്ക് വരും. നസ്രത്ത്, ഫീഡ് മൈ ഷീപ്പ് തുടങ്ങി വെച്ചിരിക്കുന്ന പുതിയൊരു ശുശ്രൂഷ, കുടുംബങ്ങളിലെ വിശ്വാസ കൈമാറ്റത്തെ ചർച്ച ചെയ്യുന്ന നസ്രത്ത് എന്നുള്ള പ്രോഗ്രാം ഒരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോണ്ട് മിസ് ദാറ്റ്. അതിൻ്റെ അടുത്ത എപ്പിസോഡുകൾ ഇനി വരുന്ന നാളുകളിൽ ഈ ഗ്യാപ്പിന് നിങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഫീഡ് മൈ ഷീപ്പിനെ, എൻ്റെ ടീം അംഗങ്ങളെ, നമ്മളെ പിന്തുണയ്ക്കുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാർഗത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പലരുടെയും റിക്വസ്റ്റ് പ്രകാരം അതിൻ്റെ പ്രീ ബുക്കിംഗ് കുറച്ചുകൂടെ നീട്ടിവെച്ചിരിക്കുകയാണ്. നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ ബുക്കിംഗ് ആവശ്യപ്പെടുക. ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നു, നല്ല കാര്യം. മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട്. ഞാൻ പറഞ്ഞു, മലയാളം ഞാൻ വായിക്കുന്നുണ്ട്. മലയാളം എഴുതി അതാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. രണ്ടും നന്നായിട്ട് വരുന്നു. മലയാളം നന്നായിട്ടാണ് നമ്മുടെ ഒരു ടീച്ചർ അത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ഒത്തിരി ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാണ് അത് ചെയ്യുന്നത്. അതിന് ഇംഗ്ലീഷിലേക്ക് എഴുതുന്ന ആളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാൻ പറഞ്ഞില്ല, ഇംഗ്ലീഷ് വായിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആ ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി കൊണ്ട് ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇംഗ്ലീഷ് വായിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇംഗ്ലീഷ് ബുക്ക് ഓർഡർ ചെയ്യുക. മലയാളം വേണ്ടവർ അങ്ങനെ ഓർഡർ ചെയ്യുക. കുറേ പേര് ബൾക്ക് ഓർഡറിങ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാഴ്ചയാണ്. അപ്പോൾ കുട്ടികൾ എനിക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബൾക്ക് ഓർഡർ കാണുമ്പോൾ എനിക്ക് അത്ഭുതം. നല്ല കാര്യം. ഒരു പ്രേക്ഷിത വേലയാണല്ലോ ഇത്. വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ, പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാൻ, ഇനി സൗജന്യമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു പ്രേക്ഷിത വേലയുടെ ഭാഗമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമുക്ക് അപ്പോൾ ഈ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്ന നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് വേണ്ടിയും ഫീഡ് മൈ ഷീപ്പിന് വേണ്ടിയും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കണം. ഇനി കുറച്ചു കാലം മൗനമാണ്, നിശബ്ദതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം, പലർക്കും ഇടയ്ക്കുള്ള എപ്പിസോഡ്സൊക്കെ മിസ്സായിട്ടുണ്ട്. ടെഡ് മിസ്സായവരുണ്ട്, മാർഗത്തിൻ്റെ ചില എപ്പിസോഡ്സൊക്കെ മിസ്സായവരുണ്ട്, പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ചിന്തിക്കുന്നത്, ഒരു ഗ്യാപ്പ് ഈ അച്ഛൻ തന്നാലല്ലേ ഒന്ന് എടുത്ത് കാണാൻ പറ്റത്തുള്ളൂ. ഇത് ഗ്യാപ്പ് തരികയാണ്. മിസ് ചെയ്ത അത് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടി എടുത്ത് കണ്ട് നമ്മുടെ നമ്പർ ഉപയോഗിക്കുക. ഏതെങ്കിലും വിഷയം കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിവ്യൂ ഞങ്ങൾക്ക് തരണമെങ്കിൽ either in the comment section or directly to the number 9847984746. ഏതെങ്കിലും കാര്യത്താൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ടീം അംഗങ്ങളിലൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫീഡ് മൈ ഷീപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ആ നമ്പറിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. മാർഗത്തിൻ്റെ ഓർഡർ ആ നമ്പറിൽ നിങ്ങൾക്ക്
അറിയിക്കാവുന്നതാണ്. കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ പ്രീ ഓർഡർ നീട്ടിവെച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും സമയം വൈകരുത്. ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ കഴിവതും വേഗം അത് ബുക്ക് ചെയ്യണമെന്ന് നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ഒരു വലിയ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് 8 ദിവസത്തെ ഉയർപ്പ് ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നത് മാത്രമല്ല ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് നടത്തിയ ഒരു സുദീർഘ യാത്ര ഇവിടെ പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ഈ യാത്രയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പങ്കെടുത്ത് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിലേറെ അധ്വാനിച്ച യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ഓരോ സമയവും ഇത് ഷൂട്ട് ചെയ്ത ഇടങ്ങളെ, ഭവനങ്ങളെ തിരുമുമ്പാകെ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ കരുണയിൽ നടക്കട്ടെ. നിൻ്റെ കരുണ ഞങ്ങളിൽ വിശ്വാസം വളർത്തട്ടെ. ഞങ്ങളിലെ വിശ്വാസം കരുണയായി മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.